എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസ് ട്രിവാൻഡ്രം അക്കൗണ്ടൻസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1074 2025 അക്കൗണ്ടൻസി പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനെപ്പോഴും പറയാറുണ്ട്, വെറുതെ ക്ലാസ് കേൾക്കുന്നതിന് പകരം ഒരു ബുക്കെടുത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. CSEB എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ വാല്യുവേഷൻ, ഓപ്ഷൻ ബി allocation, ഓപ്ഷൻ സി calculation and ഓപ്ഷൻ ഡി none of the above. അപ്പോൾ ഡിപ്രീസിയേഷൻ ഈസ് എ പ്രോസസ് ഓഫ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? അലോക്കേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ ആദ്യം എന്താണ് ഡിപ്രീസിയേഷൻ? ഈ ഡിപ്രീസിയേഷന് പല കോൺസെപ്റ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റാണ്. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഓരോ വർഷം വരുന്തോറും കുറഞ്ഞു വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി ഇതിന് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിതാണ്, ഡിപ്രീസിയേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് റാഷണൽ അലോക്കേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അലോക്കേഷൻ. എന്താണ് അലോക്കേഷൻ? അപ്പോൾ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് ആ ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫിന് മേളിൽ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയും എന്ത് തന്നെ പറയും? ഡിപ്രീസിയേഷൻ എന്ന് തന്നെ പറയും. അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ലക്ഷമാണ്? 20 ലാഖാണ്. ഓക്കെ, ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 20 ലക്ഷം രൂപ കോസ്റ്റ്, ഇതിൻ്റെ ലൈഫ് 10 വർഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 20 ലക്ഷം രൂപയെ 10 വർഷത്തേക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ റാഷണലായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 ലാഖാണ് കോസ്റ്റ്, ലൈഫ് 10 വർഷമാണ് അല്ലേ? അപ്പോൾ ഒരു വർഷം എങ്ങനെ നമുക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റും? കോസ്റ്റ് ഡിവൈഡഡ് ബൈ ലൈഫ്. ലൈഫ് എത്രയാണ്? 10 വർഷം. ഓക്കെ, അപ്പോൾ എത്ര ലക്ഷം രൂപ? 2 ലക്ഷം രൂപയാണ് ഇവിടെ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം 2 ലക്ഷം, രണ്ടാമത്തെ വർഷം 2 ലക്ഷം, മൂന്നാമത്തെ വർഷം 2 ലക്ഷം, അങ്ങനെ 10 വർഷത്തേക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നു? ഈ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ പറഞ്ഞത്? അലോക്കേഷൻ. അപ്പോൾ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത്? ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് എന്തിന്മേൽ? അവരുടെ യൂസ്ഫുൾ ലൈഫിൽ മേൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ ഡിപ്രീസിയേഷൻ 2 ലക്ഷം രൂപ, ഓരോ വർഷവും 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അലോക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എയിംസ് ടു ഡിസ്ട്രിബ്യൂട്ട്. ഡിസ്ട്രിബ്യൂട്ട് എന്താണ്? വിതരണം ചെയ്യുക.
ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റിൻ്റെ കോസ്റ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, ഇനി എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്. ആ പ്രിൻസിപ്പിളാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയും. എന്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ 20 ലക്ഷം രൂപയെ തോന്നുന്ന പോലെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ആദ്യത്തെ വർഷം കൊടുത്തു, പിന്നെ 4ാമത്തെ വർഷം, അങ്ങനെയല്ല. കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ശരിക്കും അലോക്കേഷൻ എന്ന് പറയുന്നത്. അത് ഏത് പ്രിൻസിപ്പിളാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്. എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒരു വർഷത്തെ എക്സ്പെൻസും അതേ വർഷത്തെ റവന്യൂവുമായിട്ട് എന്ത് വേണം? മാച്ച് വേണം എന്നാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്? മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഇതുപോലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് കൊടുക്കണം? മാച്ചിങ് പ്രിൻസിപ്പിൾ ആൻസർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ? ഒരു വർഷത്തെ എക്സ്പെൻസും അതേ വർഷത്തെ റവന്യൂവുമായിട്ട് എന്ത് വേണം? മാച്ച് വേണം. ഇപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസും അടുത്ത വർഷത്തെ റവന്യൂ ആയിട്ടല്ല മാച്ച്, അല്ലെങ്കിൽ ഈ വർഷത്തെ എക്സ്പെൻസും കഴിഞ്ഞ വർഷത്തെ റവന്യൂ ആയിട്ടല്ല മാച്ച്. ഒരു വർഷത്തെ എക്സ്പെൻസും അതേ വർഷത്തെ തന്നെ ഇൻകവുമായിട്ട് എന്ത് വേണം? മാച്ച് വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ഓരോ വർഷം 2 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത് ഏത് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്. ഓർത്തിരിക്കുക, അലോക്കേഷൻ ഈസ് ഡ്രിവൺ ബൈ ഏത് പ്രിൻസിപ്പിൾ? മാച്ചിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ്? കോസ്റ്റ് ഷുഡ് ഫോളോ റവന്യൂ എന്ന് വെച്ചാൽ ഒരു വർഷത്തെ എക്സ്പെൻസും അല്ലെങ്കിൽ ഒരു വർഷത്തെ കോസ്റ്റും അതേ വർഷത്തെ റവന്യൂവുമായിട്ട് എന്ത് വേണം? മാച്ച് വേണം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ്, കണ്ടോ, അലോക്കേറ്റിംഗ് ഓർ റീഡിസ്ട്രിബ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, റാദർ ദാൻ ഡിറ്റർമിനിങ് ഇറ്റ്സ് കറണ്ട് മാർക്കറ്റ് വാല്യൂ. അല്ലാതെ കറണ്ട് മാർക്കറ്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല. ഇങ്ങനെ കറണ്ട് മാർക്കറ്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് വാല്യുവേഷൻ എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷനിൽ വാല്യുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, കറണ്ട് മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്നുള്ളത് വാല്യൂ ചെയ്യുക. ഇതാണ് ശരിക്കും എന്ന് പറയുന്നത് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദി കറണ്ട് മാർക്കറ്റ് വാല്യൂ. കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഡിറ്റർമൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഓഫ് സംതിങ് യു ഓൺ, നമ്മുടെ കയ്യിലുള്ള അസറ്റിൻ്റെ ഫെയർ പ്രൈസ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത് വിറ്റാൽ എന്ത് വില കിട്ടും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇതിന് എന്ത് വിലയുണ്ട് എന്ന് നോക്കുന്ന പ്രോസസ്സ്, കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വാല്യുവേഷൻ. ഓക്കെ, അപ്പോൾ വാല്യുവേഷൻ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്മുടെ ബിൽഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, അതായത് സ്റ്റോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് അതിനൊക്കെ ഓരോ വില എന്തുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുകയാണ്? മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ കോൺസെപ്റ്റ്, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് മെയിൻലി കൺസേൺ വിത്ത് റാഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അലോക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ ഇറ്റ്സ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോസ്റ്റ് അലോക്കേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ എങ്ങനെ വന്നത്? അലോക്കേഷൻ വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വാല്യുവേഷൻ, ആദ്യത്തെ ഓപ്ഷനിൽ വാല്യുവേഷൻ ഉണ്ട്. എന്താണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്? മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് റാഷണൽ allocation of historical cost of fixed asset over its useful life. ഓക്കെ, ഇനി ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഓരോ വർഷം വരുന്നതോറും കുറഞ്ഞു വരും. ഇതിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളും കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്?
ഡിപ്രീസിയേഷൻ. ഇതാണെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു അസറ്റാണ് കറണ്ട് അസറ്റ്. ഈ കറണ്ട് അസറ്റിന് ഇൻക്രീസും വരാം ഡിക്രീസും വരാം. അപ്പോൾ അടുത്തത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഏത് അസറ്റ്? കറണ്ട് അസറ്റ്. അതിനെ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേഷൻ എന്നാണ്. എന്താണ് അതിനെ വിളിക്കുന്ന പേര്? ഫ്ലക്ച്വേഷൻ. ഓക്കെ, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി മാർക്കറ്റ് വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്ലക്ച്വേഷൻ. അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അതിൻ്റെ വില കുറയുന്നു. അതിൻ്റെ വില കുറയാന്ന് വെച്ചാൽ നമ്മൾ ഡിക്ലൈൻ എന്നല്ല പറയുന്നത്, റൈറ്റ് ഓഫ് ചെയ്യുക എന്നാണ് പറയുന്നത്. ദ ടേം യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻടാഞ്ചിബിൾ അസറ്റ് വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അതിന് ആ ടേമിന് പറയുന്ന പേര് അമോർട്ടൈസേഷൻ എന്ന് പറയും. എന്താ പറയുന്നത്? അമോർട്ടൈസേഷൻ. ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അതേപോലെ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്സ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഏത് അസറ്റ്? വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റ്സിൻ്റെ വാല്യൂ കുറയുന്നു. ഇതിനെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ. എന്താ പറയുന്നത്? ഡിപ്ലീഷൻ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് അതിനെന്തെന്ന് പറയും? ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് അതിനെന്തെന്ന് പറയും? ഫ്ലക്ച്വേഷൻ എന്ന് പറയും. പിന്നെ ദ ടേം യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് അതിനെന്തെന്ന് പറയും? അമോർട്ടൈസേഷൻ എന്ന് പറയും. പിന്നെ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്സ് അതിനെന്തെന്ന് പറയും? ഡിപ്ലീഷൻ. അപ്പം ഇങ്ങനെയും ചോദിക്കാം, തിരിച്ചും വരാം ക്വസ്റ്റ്യൻ. 8 ക്വസ്റ്റ്യൻ ആയത് ശരിക്കും. തിരിച്ചു വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നോക്ക്, ദ ടേം ഫ്ലക്ച്വേഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ് അസറ്റ്. ദ ടേം ഫ്ലക്ച്വേഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ് അസറ്റ്. ഫ്ലക്ച്വേഷൻ ഏത് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കറണ്ട് അസറ്റ്. തിരിച്ചും വരാം. ദ ടേം അമോർട്ടൈസേഷൻ ഈസ് റിലേറ്റഡ് ടു ഡാഷ് അസറ്റ്. എന്താ ആൻസർ വരുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഇതിൻ്റെ ചെറിയ പ്രോബ്ലം വരുന്നുണ്ട്. ഈ അക്കൗണ്ടൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വന്നിരിക്കുന്ന 1-2 പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഏകദേശം മോഡൽ ക്വസ്റ്റ്യൻ. അതായത് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത് എന്നൊന്ന് ആദ്യം അറിയണം. ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് അസറ്റ് തരും, സ്ക്രാപ്പ് വാല്യൂ തരും, എസ്റ്റിമേറ്റഡ് ലൈഫും തരും. എന്നിട്ട് ഡിപ്രീസിയേഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഇതുണ്ട്. ആ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ്? എസ്റ്റിമേറ്റഡ് ലൈഫ്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എന്താണ് ഈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്കറിയാം, ഒരു അസറ്റിനൊരു ലൈഫുണ്ട്. അതിൽ 10 വർഷമായിരിക്കാം, 15 വർഷമായിരിക്കാം, എത്ര ആയിക്കോട്ടെ. ഈ ലൈഫിന് ശേഷം ഇത് വിറ്റ് ഇതിന് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ആ വാല്യൂവിന് പറയുന്ന പേരാണെന്ത്? സ്ക്രാപ്പ് വാല്യൂ. റെസിഡ്യുവൽ വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, ഇതൊക്കെ സ്ക്രാപ്പ് വാല്യൂവിനെ വിളിക്കുന്ന വേറെ പേരുകളാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്ക്രാപ്പ് വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ്. ഓക്കെ, അത് മാത്രമല്ല പ്രോബ്ലത്തിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് തന്നിട്ട് ചിലപ്പോൾ ഇതുപോലെ റെസിഡ്യുവൽ വാല്യൂ എന്നോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് വാല്യൂ എന്നോ സാൽവേജ് വാല്യൂ എന്നോ ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് തന്നെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് അറിയണം.
ഓക്കെ, അപ്പോൾ നോക്കി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നത് 12,10,000 രൂപ. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ 10,000. അപ്പോൾ ഇതാണ് കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ 10,000. എസ്റ്റിമേറ്റഡ് ലൈഫ് 10 years, 10 വർഷമാണ് എസ്റ്റിമേറ്റഡ് ലൈഫ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് 12,10,000, സ്ക്രാപ്പ് വാല്യൂ 10,000, എസ്റ്റിമേറ്റഡ് ലൈഫ് 10 years. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് മന്ത്ലി ഡിപ്രീസിയേഷൻ. മന്ത്ലി ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. കോസ്റ്റ് എത്രയാണ്? 12,10,000, സ്ക്രാപ്പ് വാല്യൂ 10,000, എസ്റ്റിമേറ്റഡ് ലൈഫ് 10 years. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? 12 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പം 1,20,000 രൂപ, 1.2 lakh. ഓക്കെ, അതായത് ഇവിടെ ലൈഫ് തന്നിരിക്കുന്നത് ഇയേഴ്സിലാണ്, 10 വർഷം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷനും പെർ ഇയർ ആയിരിക്കും. ശ്രദ്ധിക്കണം, ഡിപ്രീസിയേഷൻ പെർ ഇയർ ആയിരിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പെർ ഇയർ കാണാനാണെങ്കിൽ ഇതാണ് ആൻസർ. പക്ഷേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മന്ത്ലി ഡിപ്രീസിയേഷൻ കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ മന്ത്ലി ഡിപ്രീസിയേഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ കിട്ടിയത് ഇയർലി ആണ്. അതിനെ വീണ്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 12. കാര്യം ഒരു വർഷം വെച്ചാൽ 12 മാസമല്ലേ. അപ്പോൾ നമുക്ക് ഒരു മാസത്തെ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ ലൈഫ് എങ്ങനെയാണോ അതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ഡിപ്രീസിയേഷനും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇയർലി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നേരെ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് ലൈഫ് ഇയർലി 10 വർഷമാണോ അല്ലെങ്കിൽ 20 വർഷമാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. പക്ഷേ മന്ത്ലി ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഡിവൈഡ് ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നോക്കിയേക്കണം എല്ലാവരും. അതുപോലെ തന്നെ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് തരും. ഓക്കെ, ലൈഫും തരും, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ തരും. എന്നിട്ട് ഇത്ര വർഷത്തിന് ശേഷം അസറ്റിന് എന്ത് വാല്യൂ ഉണ്ട്? ഓക്കെ, ഏത് മെത്തേഡിൽ, അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എന്താണ് കോസ്റ്റ് ഓഫ് അസറ്റ്, അസറ്റിൻ്റെ കോസ്റ്റ് ഞാൻ ചെറിയ എമൗണ്ട് ഇടുകയാണെ 1 lakh. ഓക്കെ, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. ഓക്കെ, ലൈഫ് 10 years, 10 വർഷമാണ് എസ്റ്റിമേറ്റഡ് ലൈഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ അറ്റ് ദ എൻഡ് ഓഫ് ദ 8th year the value of an asset is dash. 8 വർഷത്തിന് ശേഷം ഇതിന് എന്ത് വാല്യൂ ഉണ്ട്? അണ്ടർ എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഡിപ്രീസിയേഷൻ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് 1 ലക്ഷമാണ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. അപ്പോൾ 1 lakhൻ്റെ 10% എത്ര രൂപ? 10,000 രൂപയാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ എല്ലാ വർഷവും എത്ര തന്നെ? 10,000 രൂപ തന്നെ. അപ്പോൾ 8 വർഷത്തിന് ശേഷം അസറ്റിന് എന്ത് വിലയുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 10 വർഷം ഒരു 10,000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തല്ലേ. അപ്പോൾ ഇത് 8 വർഷമാകുമ്പോൾ എത്രയാവും? 80,000 ആവും. ശരിയല്ലേ? അതെന്ത് ചെയ്താൽ മതി? ഈ 1 lakhൽ നിന്ന് 80,000 കുറച്ചാൽ മതി. ബാക്കി എത്ര? 20,000 രൂപ. അപ്പോൾ 8 വർഷത്തിന് ശേഷം ഇതിന് എന്ത് വിലയുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 20,000. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കാണുക,
എന്നിട്ട് എത്ര വർഷമാണെന്ന് നോക്കുക. ഇപ്പോൾ 8 ആണെങ്കിൽ 8, അല്ലെങ്കിൽ 7 ആണെങ്കിൽ 7, 6 ആണെങ്കിൽ 6, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്ത് കോസ്റ്റ് ചെയ്യുന്നത് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അക്കൗണ്ടിങ് റെക്കോർഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്കൗണ്ടിങ് റെക്കോർഡ് ഏതാണ്? ബിൻ കാർഡ്, സ്റ്റോഴ്സ് ലെഡ്ജർ, ബിൽ ഓഫ് മെറ്റീരിയൽ, ഓൾ ഓഫ് ദീസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്കൗണ്ടിങ് റെക്കോർഡ് ഏതാണ്? ഇതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സ്റ്റോഴ്സ് ലെഡ്ജറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജറാണ് അക്കൗണ്ടിങ് റെക്കോർഡ്. അതായത് പ്രധാനപ്പെട്ട സ്റ്റോഴ്സ് റെക്കോർഡുകളാണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും ഒക്കെ. ഇതിൽ പക്ഷേ അക്കൗണ്ടിങ് റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം സ്റ്റോഴ്സ് ലെഡ്ജറാണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാൽ പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ബിൻ കാർഡ് എന്ന് നോക്കാം. ബിൻ കാർഡ്. അപ്പോൾ ആദ്യം ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? BIN, ബിൻ. ബിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ. മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബിൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എ റാക്ക് ഓർ എ കണ്ടെയ്നർ ഓർ എ ഷെൽഫ് എക്സെട്ര. ഒരു റാക്ക് ആവാം, ഒരു കണ്ടെയ്നർ ആവാം, ഒരു ഷെൽഫ് ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാം. അപ്പം മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ത്? ബിൻ. ഇനി ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കാർഡ് അറ്റാച്ച്ഡ് ടു ബിൻ ഷോയിങ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, മെറ്റീരിയൽ ഇഷ്യൂഡ് ആൻഡ് ദി ക്ലോസിംഗ് ബാലൻസ്. അതായത് ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന ഒരു കാർഡാണ് ബിൻ കാർഡ്. ഇപ്പോൾ ഇത് മെറ്റീരിയൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ മെറ്റീരിയൽ സൂക്ഷിക്കുന്ന സ്ഥലത്തെ എന്ത് പറയും നമ്മൾ? ബിൻ എന്ന് പറയും. ബിൻ കാർഡ് എന്ന് വെച്ചാൽ ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു കാർഡ്. ഇതിനോടൊപ്പം ഇങ്ങനെ ഒരു കാർഡ് അറ്റാച്ച് ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത് ഷോയിങ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, മെറ്റീരിയൽ റിസീവ്ഡ്, മെറ്റീരിയൽ ഇഷ്യൂഡ് ആൻഡ് ദി ക്ലോസിംഗ് ബാലൻസ്. ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര മെറ്റീരിയൽ വന്നു, എത്ര മെറ്റീരിയൽ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നു, മിച്ചം എത്രയുണ്ട്, ക്ലോസിംഗ് ബാലൻസ് എത്രയുണ്ട്, ഇതിൻ്റെ എന്ത് മാത്രം? ക്വാണ്ടിറ്റി, എണ്ണം മാത്രം. ഓക്കെ, എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ, വാല്യൂ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ വരികയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 100 യൂണിറ്റ് വരികയാണെങ്കിൽ അവിടെ എന്താണ്? മെറ്റീരിയൽ റിസീവ്ഡ് 100, ഇഷ്യൂഡ് ഒന്നുമില്ല, ക്ലോസിംഗ് ബാലൻസ് 100. ഓക്കെ, ഇപ്പോൾ അടുത്ത ദിവസം ഒരു 60 യൂണിറ്റ് ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഡേറ്റ് എഴുതണം. അത്ര 60 ഇഷ്യൂ ചെയ്തു, ബാക്കി മിച്ചം എത്രയുണ്ട്? 100ൽ നിന്ന് 60 കുറയ്ക്കും, ബാക്കി എത്ര? 40. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ വില ഉണ്ടാവില്ല. ഓക്കെ, ഇനി ബിൻ കാർഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോർ കീപ്പർ. ആരാണ് ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റോർ കീപ്പറാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അത് സൂക്ഷിക്കുന്നത്. അതൊരു അക്കൗണ്ടിങ് റെക്കോർഡാണ്. ഓക്കെ, അത് എവിടെയാണ് സൂക്ഷിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അത് സൂക്ഷിക്കുന്നത്. അവിടുത്തെ കോസ്റ്റ് ക്ലർക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ എൻട്രി എഴുതുന്നത് ആരാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് ക്ലർക്കാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സ്റ്റോർ കീപ്പർ. സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്?
ആരാണ്? കോസ്റ്റ് ക്ലർക്ക്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലെ കോസ്റ്റ് ക്ലർക്ക്. ഇനി സ്റ്റോഴ്സ് ലെഡ്ജർ ഇതുപോലെ ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുകയൊന്നുമില്ല. അത് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുകയാണ്. ഇതിൽ ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ബിൻ കാർഡിൽ മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ്, ക്ലോസിംഗ് ബാലൻസ് ഇതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, അതിൻ്റെ വാല്യൂ ഇല്ല. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ വാല്യൂവും ഉണ്ടാവും. അതിനെന്ത് വിലയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസും ഏതിനുണ്ടാവും? സ്റ്റോഴ്സ് ലെഡ്ജറിലുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ വിലയും ഉണ്ടാവും. ഓക്കെ, ബിൻ കാർഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഈ മെറ്റീരിയൽ കോഡും ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മെറ്റീരിയൽ റെക്യൂസിഷൻ നോട്ട് അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ് നോട്ട്, അങ്ങനെയുള്ള കുറേ ഡോക്യുമെൻ്റൊക്കെ റെഫർ ചെയ്തിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ടിങ് റെക്കോർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? സ്റ്റോഴ്സ് ലെഡ്ജർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നോക്കിയേ, സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് ദ സ്റ്റോർ റെക്കോർഡ് കെപ്റ്റ് ഇൻ ദി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇത് എവിടെയാണ് സൂക്ഷിക്കുന്നത്? കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കുന്നത്. ഷോയിങ് ദി ക്വാണ്ടിറ്റി ആസ് വെൽ ആസ് എന്താണ്? ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ദി ബാലൻസ്. അപ്പം ക്വാണ്ടിറ്റി ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? അതിൻ്റെ വിലയും ഉണ്ടാവും. ഓഫ് ദ മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ദി ബാലൻസ്. അപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതുപോലെ വൺ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഈസ് അലോട്ടഡ് ടു ഈച്ച് കമ്പോണൻറ്റ് ഓഫ് മെറ്റീരിയൽ. ഓരോ കമ്പോണൻറ്റിനും എന്താണ്? ഓരോ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു, കോസ്റ്റിംഗ് ക്ലർക്കാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റിംഗ് ക്ലർക്കാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ പറയുന്ന സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ഇതിനകത്ത് എൻട്രി എഴുതുന്നത് വിത്ത് റെഫറൻസ് ടു ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽ റെക്യൂസിഷൻ നോട്ട്, മെറ്റീരിയൽ റിട്ടേൺ നോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് കോസ്റ്റ് ക്ലർക്ക് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിൽ എൻട്രി എഴുതുന്നത്? സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൽ എൻട്രി എഴുതുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് വെരി സിമിലർ ടു ബിൻ കാർഡ്. ബിൻ കാർഡുമായിട്ട് സിമിലർ ആണ് എന്ന് പറയുമെങ്കിൽ പോലും എക്സെപ്റ്റ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടെ ഉണ്ട്. എന്താണ്? അഡീഷണൽ കോളം ഷോയിങ് ദ പ്രൈസ് ആൻഡ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ദി ബാലൻസ് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ ബിൻ കാർഡുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ബിൻ കാർഡിൽ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, മെറ്റീരിയൽ റിസീവ്ഡിൻ്റെയും ഇഷ്യൂഡിൻ്റെയും ബാലൻസിൻ്റെയും എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അതിൻ്റെ എന്തുണ്ടാവും? വാല്യൂ അല്ലെങ്കിൽ പ്രൈസും ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് കൂടാതെ ആ മെറ്റീരിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൽ എഴുതാറുണ്ട്. ഇതിൻ്റെ പേര്, നെയിം ഓഫ് ദ മെറ്റീരിയൽ, അതിന് ഓരോ കോഡ് നമ്പർ ഉണ്ടെങ്കിൽ കോഡ്, പിന്നെ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽ, ആ സ്റ്റോക്ക് ലെവൽസ് ഒക്കെ മേളിൽ എഴുതാറുണ്ട്. ഈ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? മിനിമം ലെവല്, മാക്സിമം ലെവല്, റീഓർഡർ ലെവല്, ആവറേജ് ലെവല്, ഡേഞ്ചർ ലെവല്, ഇതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ആണ്. ഏത് സ്റ്റോക്ക് ലെവൽ, ഈ സ്റ്റോക്ക് ലെവൽസും എവിടെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇനി ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ ഡോക്യുമെന്റ് ഷോയിങ് ദി പർട്ടിക്കുലേഴ്സ് ഓഫ് മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ ദി ബിൻ. ബിന്നിൽ സൂക്ഷിക്കുന്ന മെറ്റീരിയലിൻ്റെ എന്താണ് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൻ കാർഡ്. അത് എവിടെ അറ്റാച്ച് ചെയ്യും? ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കും. ഓക്കെ, ഏതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കും? ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കും. ഓക്കെ, ബിന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കും. ഏത്? ബിൻ കാർഡ്. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ഐറ്റത്തിനും ഓരോ ബിൻ കാർഡ് അവിടെ പ്രിപ്പയർ ചെയ്യും. ഇനി അവിടെ റിസീറ്റും ഇഷ്യൂവും, ബിൻ കാർഡിൽ റിസീറ്റും ഇഷ്യൂവും റെക്കോർഡ് ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അവിടെ വരുന്ന ഓർഡറിലാണ്, വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഓർഡർ. അതാണ് ഇവിടെ ക്രോണോളജിക്കൽ ഓർഡർ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ബാലൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സ്റ്റോർ കീപ്പർ. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻ ബൈ ദി സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ ബിൻ കാർഡിൽ ആ മെറ്റീരിയലിൻ്റെ പേര്, കോഡ് നമ്പർ, സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളിയോ നമ്പർ,
ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വന്നു, എത്ര ഇഷ്യൂ ചെയ്തു, എത്ര മിച്ചമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിലുണ്ടാവും? ബിൻ കാർഡിലുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് എളുപ്പവഴി എന്ന് പറയുന്നത് ബിൻ കാർഡും സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ വ്യത്യാസം പഠിച്ചാൽ മതി. അപ്പോൾ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് റെക്കോർഡ് ഏതാണ് ഇതിൻ്റെ അകത്ത്? സ്റ്റോർസ് ലെഡ്ജർ. ഇനി ഓപ്ഷനിൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇതിനകത്ത്. ഈ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് എത്ര മെറ്റീരിയൽ വേണം, അതിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. എല്ലാ മെറ്റീരിയലിൻ്റെയും, ഓൾ മെറ്റീരിയൽ, അതിൻ്റെ കമ്പോണൻറ്റ് പാർട്ടുകൾ, ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നതിന് എത്രമാത്രം റോ മെറ്റീരിയൽ വേണം, അതിൻ്റെ കമ്പോണൻ്റ് എങ്ങനെ വേണം, അതിൻ്റെ പാർട്സ് എങ്ങനെ വേണം, ഇതൊക്കെ അടങ്ങുന്ന ഒരു എന്താണ്, ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റാണ്. ഓർക്കുക, ഡീറ്റെയിൽഡ് ലിസ്റ്റാണ് ശരിക്കും എന്ന് പറയുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നോക്കിയേ, ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ റോ മെറ്റീരിയൽ, കമ്പോണൻറ്റ് പാർട്സ് ആൻഡ് ക്വാണ്ടിറ്റീസ് റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി വരുന്ന ഡീറ്റെയിൽഡ് ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് സ്പെസിഫൈസ് വാട്ട് മെറ്റീരിയൽസ് ആർ നീഡഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, സംടൈംസ് ഹൗ ദേ ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. എന്ത്? ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് എത്ര മെറ്റീരിയൽ വേണം, അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് വേണം, അല്ലെങ്കിൽ എങ്ങനെയാണത് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഏതിലുണ്ടാവും? ഈ ബിൽ ഓഫ് മെറ്റീരിയലിൽ ഉണ്ടാവും. അപ്പോൾ അതൊരു ഡോക്യുമെൻ്റ് ആണ്. കൂടുതലും മാനുഫാക്ചറിങ്ങിനും എഞ്ചിനീയറിങ്ങിനും ഒക്കെയാണ് കൂടുതലും എന്ത് ഉപയോഗിക്കുന്നത്? ബിൽ ഓഫ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ് റെക്കോർഡ് ഏതാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എന്താണ് ഉത്തരം വന്നത്? സ്റ്റോർസ് ലെഡ്ജർ. ക്ലിയർ ആയല്ലോ? താങ്ക് യു സോ മച്ച്.